അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആധുനിക തുർക്കിയുടെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകരിൽ ഒരാളാണ് ഹസ്രത്ത് അബുൽ ഫാറൂഖ് സുലൈമാൻ ഹൽമി തുനേഹാൻ എന്ന പ്രധാനപ്പെട്ട പണ്ഡിതൻ. ഇദ്ദേഹം മറ്റ് സാധാരണ പണ്ഡിതന്മാരെ പോലെ തുർക്കിയിലെ തന്നെ വിവിധ സാംസ്കാരിക മേഖലകളിൽ ഇടപെട്ട ഒരാളെന്നതിലുപരി അവിടുള്ള കമാലിസ്റ്റ് ഭരണഘടനയുടെയും കമാലിസ്റ്റ് ചിന്താധാരയുടെയും പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ ഇസ്ലാമിക ലോകത്ത് നിന്ന് തന്നെയുള്ള പ്രതിരോധം തീർത്ത മഹാനുഭാവനും കൂടിയാണ്. 1888 ജനിക്കുകയും 1959 മരണമടയുകയും ചെയ്ത സുലൈമാൻ ഹൽമി തുനേഹാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ വിശിഷ്യ ഖുർആനിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തതായിട്ടാണ് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. കമാൽ പാഷയുടെയും പിന്നീടുള്ള ഭരണകർത്താക്കളുടെയും 1950 വരെയെങ്കിലും അദ്ദേഹത്തിന് നിരവധി പീഡനങ്ങൾ നേരിടേണ്ടതായി നമുക്ക് കാണാം. ഈ പീഡനങ്ങളെല്ലാം അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം തന്നെ വളരെ സ്ഥൈര്യത്തോടുകൂടി സ്വബറോടുകൂടി സ്വീകരിച്ചതായി നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ പല അനുഭവങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പങ്കുവെക്കുന്നുണ്ട്. ഈ അനുഭവങ്ങളിലെല്ലാം അദ്ദേഹം ഖുർആനിനോടും ഇസ്ലാമിനോടും സുന്നത്തിൻ്റെ അതിനെ സാക്ഷാത്കരിക്കുന്നതിനോടും അത് പഠിപ്പിക്കുന്നതിനോടുമുള്ള പ്രതിബദ്ധത കൂടുതൽ വ്യക്തമാക്കുന്ന അനുഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നമുക്ക് ദൃശ്യമാവുന്നത്. ഷെയ്ഖ് തുനേഹാൻ്റെ ഒരു ബയോഡാറ്റയും കൂടി നമുക്കറിയേണ്ടതുണ്ട്. ഫെർഹാദ്ലാർ എന്ന് വിളിക്കപ്പെടുന്ന ഇന്നത്തെ ബൾഗേറിയയിലെ ദവാൽജോ എന്ന് പറയുന്ന ഭാഗത്താണ് 1888 അദ്ദേഹം ജനിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഹോജാസാദെ ഉസ്മാൻ ഫൗസി എഫന്തി എന്നാണ്. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര് ഖദീജ ഹാനം എന്ന പേരിലാണ്. ഈ ഒരു കുടുംബത്തിനൊരു പ്രത്യേകതയുണ്ട്. സയ്യിദ് കുടുംബവുമായിട്ടാണ് അവർ ബന്ധിപ്പിക്കുന്നത്. അതായത് ഹോജാസാദെ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ട്രേസ് ഇവരുടെ ചരിത്രത്തിൽ ഇവർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹ് ഇസ്താംബൂളിലെ ഗവർണറായി നിശ്ചയിച്ച സയ്യിദ് ഇദ്രീസ് ബെയ്യുടെ പിൻഗാമികളായിട്ടാണ് ഇവർ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഉസ്മാനി കാലഘട്ടത്തിലും ആധുനിക തുർക്കിയുടെ കാലഘട്ടത്തിൽ പോലും വളരെ ആഴത്തിൽ സ്വാധീനവും സാമ്പത്തികവും സാമൂഹികവും അതുപോലെ തന്നെ രാഷ്ട്രീയവുമായ ആഴത്തിൽ സ്വാധീനമുള്ള ഒരു കുടുംബമാണ് ഇദ്ദേഹത്തിൻ്റേത്. ഇദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത് നമുക്ക് കാണാം. 1902 അദ്ദേഹത്തിൻ്റെ സിലിസ്ത്ര എന്ന് പറയുന്ന അന്നത്തെ ബൾഗേറിയയിൽ തന്നെ പ്രധാനപ്പെട്ട ഭാഗമാണ് സിലിസ്ത്ര. അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അധ്യാപകരുടെയും കുടുംബത്തിൻ്റെ തന്നെ ബന്ധമുള്ള അധ്യാപകരുടെയും തൻ്റെ തദ്ദേശീയമായ മദ്രസകളിലും പഠിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങുന്നത്. 1907 പിന്നീട് അദ്ദേഹം ഇസ്താംബൂളിലേക്ക് യാത്ര തിരിക്കുന്നു. ഇസ്താംബൂളിലേക്കുള്ള യാത്രയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു ഘടകമായി മാറുന്നതെന്ന് നമുക്ക് കാണാം. ഈ ഒരു യാത്രയിൽ അദ്ദേഹം നിരവധി അധ്യാപകരുമായി ബന്ധപ്പെടുന്നു. പ്രത്യേകിച്ച് ഹംദി എഫന്തി എന്ന് വിളിക്കപ്പെടുന്ന ബഫ്രയിലെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ്റെ കീഴിൽ ഇസ്താംബൂളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കീഴിൽ വിദ്യാർത്ഥിയായി അദ്ദേഹം മാറുന്നു. അവിടെ ഈ ഹംദി എഫന്തി എന്ന് വിളിക്കപ്പെടുന്ന പണ്ഡിതൻ അവിടുത്തെ ഒരു പബ്ലിക് ലെക്ചററാണ്. ആ ഭാഗത്തെ ഫത്തിഹ് ഭാഗത്തെ ആ പ്രദേശത്തിലെല്ലാം പ്രധാനപ്പെട്ട ഒരു ലെക്ചറും കൂടിയായിരുന്നു അദ്ദേഹം. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം മറ്റ് പല ഉസ്താദന്മാരെയും ഈ കാലഘട്ടത്തിൽ 1907 മുതലുള്ള പിന്നുള്ള കാലഘട്ടങ്ങളിൽ 14 വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ തുടർ വിദ്യാഭ്യാസം നമുക്ക് കാണുവാൻ കഴിയും.
പിന്നീട് 1914 അദ്ദേഹം ദാറുൽ ഖിലാഫ അൽ ആലിയ എന്ന് വിളിക്കപ്പെടുന്ന സുപ്രധാനമായി ഹയർ എഡ്യൂക്കേഷൻ നൽകുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അദ്ദേഹം ജോയിൻ ചെയ്യുന്നുണ്ട്. അവിടുന്ന് അദ്ദേഹം പിന്നീട് 1916 അവിടുന്ന് ഗ്രാജുവേറ്റ് ആവുകയും പിന്നീട് അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അവിടുത്തെ ഒരു തഹസ്സുസിൻ്റെ സ്പെഷ്യൽ അല്ലെങ്കിൽ ഇന്നത്തെ ഡോക്ടറൽ പ്രോഗ്രാം എന്ന് വിളിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുന്ന മദ്രസ അൽ മുതഖസ്സിസീൻ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥാപനത്തിൽ അദ്ദേഹം തഫ്സീർ ഹദീസ് ഫാക്കൽറ്റിയിൽ വിദ്യാർത്ഥിയായി 1916 അദ്ദേഹം ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരു 3 വർഷത്തെ കാലഘട്ടത്തിനിടയിൽ അദ്ദേഹം ഒരുപാട് ഖുർആനുമായും തഫ്സീറുമായും ഹദീസുമായും ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ അദ്ദേഹം പഠിക്കുകയും അതിൽ അദ്ദേഹത്തിൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് പോലും പിന്നീട് കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചരിത്രകാരന്മാർ ആ റിസൾട്ട് കാണിക്കുന്നുണ്ട്. അതിലൊക്കെ 1ാം സ്ഥാനത്തേക്കും നല്ല ഉന്നത മാർക്ക് നേടിയിട്ടുള്ള വിദ്യാർത്ഥി എന്ന നിലയിലാണ് അദ്ദേഹത്തെ ആ ചരിത്രങ്ങളിലെല്ലാം പരാമർശിക്കുന്നത്. പിന്നീട് അതിനുശേഷം അദ്ദേഹം 1919 കാലഘട്ടങ്ങളിൽ അവിടുന്ന് മറ്റുള്ള സ്ഥാപനങ്ങളിലേക്ക് പോവുകയും അദ്ദേഹം ഒരേ സമയം തന്നെ അന്നത്തെ കൺവെൻഷണൽ വിദ്യാഭ്യാസം പഠിക്കുകയും അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ഖാദി ഖുദാത്ത്, അതായത് അവിടുത്തെ മദ്രസ ഖുദാത്ത് എന്ന് വിളിക്കപ്പെടുന്ന ലോ ഫാക്കൽറ്റിയിൽ ജഡ്ജിൻ്റെ സർട്ടിഫിക്കറ്റ് പോലും നേടുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം, സെക്കുലർ വിദ്യാഭ്യാസം എന്ന് അവർ വിളിക്കുന്ന ആ വിദ്യാഭ്യാസവും കൂടി നേടുന്ന ഒരാളായി അദ്ദേഹം മാറുന്നുണ്ട്. അദ്ദേഹം ഒരു ചെറിയ അനുഭവം പങ്കുവെക്കുന്നുണ്ട്. ഈ വിദ്യാഭ്യാസമൊക്കെ കിട്ടി തൻ്റെ പിതാവിനെ സന്തോഷ വർത്തമാനം അറിയിക്കുമ്പോൾ, അതായത് ഉടനെ ജോലി ലഭിക്കുമെന്നുള്ള വർത്തമാനം അറിയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് ഫൗസിയ ബന്ദി തിരിച്ച് മറുപടി പറയുന്നത്, ഇങ്ങനെ ഇസ്താംബുളിലേക്ക് നിന്നെ പറഞ്ഞയച്ചത് നരകത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അവിടെ നന്നായി ആഴത്തിൽ വിദ്യ അഭ്യസിക്കുകയും ഇസ്ലാമിനെ അടുത്തറിയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ നിന്നെ ഇസ്താംബുളിലേക്ക് പറഞ്ഞു വിടുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് മറുപടി ലെറ്റർ അയക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് ഇദ്ദേഹം തന്നെ ഷെയ്ഖ് സുലൈമാൻ തുറാഹാൻ എഫന്തി അദ്ദേഹം മറുപടി പറയുന്നത്, പിതാവിനോട് തന്നെ വിളിച്ചു പറഞ്ഞു, ഞാനൊരു ജഡ്ജാവുക എന്നുള്ള ഉദ്ദേശത്തിലല്ല ഞാൻ ഈ പഠിച്ചത്, പകരം എൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് എൻ്റെ ഇസ്ലാമികമായ അതുപോലെ തന്നെ സെക്കുലർ സ്റ്റഡീസിലും ആ ഒരു വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ ഒരു പെർഫെക്ഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്. അതിൻ്റെ പോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് 1919 ശേഷം അവിടുത്തെ പബ്ലിക് ലെക്ചറായി ദർസെ ആലം എന്നാണ് വിളിക്കുക. ആ ദർസെ ആലം എന്ന് വിളിക്കുന്നത് അവിടുത്തെ ഒരു പബ്ലിക് ലെക്ചർ എന്ന് പറയുന്ന പോസ്റ്റാണ്. അതായത് ഒരു മുദരിസ് എന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ വിളിക്കുന്ന ഒരു പോസ്റ്റാണ്. അദ്ദേഹം അവിടെ കിട്ടുകയും മദ്രസ സുലൈമാനിയയിലെ അദ്ദേഹം പഠിച്ച തന്നെ സ്ഥാപനത്തിലെ തഫ്സീർ ഹദീസ് ഫാക്കൽറ്റിയിലെ പ്രധാന ലെക്ചറായി അദ്ദേഹം മാറുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ പിന്നീട് വേറെയും സർട്ടിഫിക്കറ്റുകൾ അദ്ദേഹം നേടുന്നുണ്ട്. ഇസ്ലാമും വിവിധ കോഴ്സുകളെക്കുറിച്ചും അദ്ദേഹം പഠിക്കുന്നുണ്ട്. വേറെ ചില ചരിത്ര രേഖകൾ പ്രകാരം അദ്ദേഹം ഓസ്ട്രോണമി അടക്കമുള്ള മറ്റ് ചില വിശദീകരണങ്ങളും പഠിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അറബി ഭാഷ, ഫിലോസഫി, ഇൽമുൽ കലാം, ഇൽമുൽ ഫിഖ്, ഉസൂലുൽ ഫിഖ്, അതുപോലെ തന്നെ ലോയെ കുറിച്ച്, വിധിന്യായത്തെക്കുറിച്ചും അറബിക് ലിറ്ററേച്ചറിനെ കുറിച്ചുമുള്ള കോഴ്സുകൾ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം നേടിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഫോക്കസ് നൽകിയത് പിന്നീടുള്ള കാലങ്ങളിൽ 1919-20 കാലങ്ങളിൽ അദ്ദേഹം കൂടുതൽ ഫോക്കസ് നൽകിയത് ഈ നിയമ മേഖലകളിലാണ്. അതായത് റോമൻ ലോ, കൊമേഴ്സ്യൽ ലോ, അതുപോലെ തന്നെ ശരിയാ ലോ, പിന്നെ ഇൻ്റർനാഷണൽ ലോ, അതുപോലെ തന്നെ ഗുഡ്സ്, ഈ മാരിടൈം ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഗുഡ്സ് ക്യാരി ചെയ്യുന്ന ഒരുപാട് നിയമവിധികൾ അന്ന് ഉസ്മാനി തുർക്കി ലോകത്തുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിയമവിധികളും പഠിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ വിദ്യാഭ്യാസ ക്രമത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തതെന്ന് നമുക്ക് കാണുവാൻ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. പിന്നീടാണ് അദ്ദേഹം 1924 അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക്, അതായത് ഒരു കർമ്മ മേഖലകളിലേക്ക് ഇറങ്ങുന്നത്. 1920 വരെയുള്ള 20-21 ആ ഒരു കാലങ്ങളിലെല്ലാം വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഒരു പശ്ചാത്തലമാണ്. 1922 അവിടെയും അദ്ദേഹം ഫാക്കൽറ്റി ഓഫ് മദ്രസ ദാറുൽ ഖിലാഫ അൽ ആലിയ എന്ന് വിളിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കോളേജിൽ അദ്ദേഹം ഫാക്കൽറ്റിയായിട്ട് അധ്യാപകനായി കയറുന്നുണ്ട്. 1923 അറബിക് ലെക്ചർ ആയി
അതുപോലെ തന്നെ പിന്നീട് ടർക്കിഷ് ലെക്ചറായും. അറബി ഒരു തുർക്കിക്കാരനായിരിക്കെ തന്നെ ബൾഗേറിയയിൽ, അന്നത്തെ ഉസ്മാനി ഖിലാഫത്തിന് കീഴിലുള്ള ബൾഗേറിയയിൽ ജനിച്ച, പിന്നീട് തുർക്കി ഭാഷ സംസാരിക്കുന്ന, എന്നാൽ അറബി ലെക്ചറായി മാറുന്ന ഒരാളായിട്ടാണ് 1923 അദ്ദേഹത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തുർക്കിയുടെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. 1922 ഖിലാഫത്തും അബോളിഷ് ചെയ്യുകയും പിന്നീട് 24 മുഴുവൻ സൽത്തനത്തിൽ മുഴുവൻ ഖിലാഫത്ത് എന്ന് പറയുന്ന എല്ലാത്തിൻ്റെയും അടയാളങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. അന്ന് ഒരു പുതിയ 1924 ഒരു നിയമം പാസ്സാക്കുന്നുണ്ട്. അതായത് തൗഹീദുൽ തദ്രീസാത്ത് എന്ന് വിളിക്കപ്പെടുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഒരു ഏകോപനം ഉണ്ടാകുന്നു. അത് ദിയാനത്ത് എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ ക്രമത്തിൻ്റെ കീഴിൽ, അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് വിളിക്കപ്പെടുന്നതിൻ്റെ കീഴിലേക്ക് ഇതെല്ലാം കൊണ്ടുവരുന്നതോടുകൂടി ഈ മദ്രസകൾ അബ്രഗേറ്റ് ചെയ്യപ്പെടുകയും അത് നീക്കം ചെയ്യപ്പെടുകയും മദ്രസയിൽ പഠിപ്പിച്ചിരുന്ന ഉസ്താദന്മാരുടെ സ്ഥാനങ്ങളും ജോലികളും ഇല്ലാതായിത്തീരുന്ന ഒരു സാഹചര്യം അന്ന് രൂപപ്പെടുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഷേഖ് സുലൈമാൻ തുനേഹാൻ അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നുണ്ട്. അങ്ങനെ 520ഓളം അടക്കമുള്ള ഒരു പണ്ഡിതന്മാരുടെ അധ്യാപകരുടെ മീറ്റിങ്ങിൽ അദ്ദേഹം ജാമിയത്തുൽ മുദരിസിൻ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ കീഴിലാണ് ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത്. ആ മീറ്റിങ്ങിൽ അദ്ദേഹം എല്ലാവരെയും മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അതായത് പണ്ഡിതന്മാരെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഇന്ന് ഒരു പക്ഷേ ഈ ദീൻ ഇസ്ലാമിനെ സംരക്ഷിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ നിന്ന് വിട്ടുപോവാൻ പാടില്ല. അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് 1-2 പേരെങ്കിലും തിരഞ്ഞെടുത്തുകൊണ്ട് ഇസ്ലാം അവരെ പഠിപ്പിക്കണം. അങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു 50 വർഷത്തോളമെങ്കിലും നമ്മൾ അവരെ പഠിപ്പിക്കുകയാണെങ്കിൽ ഇസ്ലാം ഇവിടെ നിലനിൽക്കും. അതിൽ നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും. അതായത് പണ്ഡിതന്മാരെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ അതിന് റെസ്പോൺസ് ചെയ്തുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇനിയുള്ള കാലഘട്ടം ഇങ്ങനെ ദീനിൻ്റെയും ഇതേപോലുള്ള വിവരങ്ങൾ പഠിപ്പിച്ചത് കൊണ്ട് നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല, സാലറി കിട്ടുകയില്ല, നമുക്ക് വേറെ എന്തെങ്കിലും പ്രൊഫഷൻ നോക്കി പോകാവുന്നതാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നൊരു മറുപടി, ഈ പണ്ഡിതന്മാരെ തന്നെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഈ ഇസ്ലാമിക പണ്ഡിതൻ എന്നത് ആ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഒരു സാലറി ലഭിക്കുവാനുള്ള ഒരു ഉപാധിയായി നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഇത് അള്ളാഹുവിൻ്റെ കീഴിൽ നല്ലൊരു അടിമയായി ജീവിക്കുവാനും അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും അള്ളാഹുവിൻ്റെ കിതാബിൻ്റെയും സന്ദേശങ്ങൾ വ്യാപിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഒരു ഇസ്ലാമിക പണ്ഡിതനുള്ളത്. അല്ലാതെ ആ വിവരത്തെ ഒരു ജീവനോപാധിയായി സ്വീകരിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന് തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വിവിധ പ്രഭാഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒരു പ്രത്യേകമായി അദ്ദേഹം എടുത്ത് പറയുന്നത്, അന്നത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണുന്നുണ്ട്. അതായത് ഈ പണ്ഡിതന്മാരെല്ലാം ഇസ്ലാമിൻ്റെ വിവരത്തെ ഒരു കച്ചവടോപാധിയായി സ്വീകരിക്കുന്നു. എന്നിട്ട് അത് ആൾക്കാർക്കിടയിൽ ദീൻ പണ്ഡിതനാണെന്ന് പറയുമ്പോൾ ആൾക്കാർ കുറച്ച്, ഇപ്പോൾ കച്ചവടക്കാരാണെങ്കിൽ കുറച്ച് പൈസ കുറച്ച് കൊടുക്കുക, അവർ ആ വിവരം ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ ചൂഷണം ചെയ്യാനുള്ള പ്രവർത്തനം നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ അത് സൂക്ഷിക്കണം, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെ നിങ്ങൾ മാറ്റി നിർത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അന്നത്തെ ഒരു പണ്ഡിത ക്രമത്തെ ഇദ്ദേഹം ഷേഖ് സുലൈമാൻ തുനേഹാൻ വിമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ ഒരു മീറ്റിങ്ങിൻ്റെ ഇടയിൽ തന്നെ അദ്ദേഹം കുറച്ചു പേരെ ചേർത്തുകൊണ്ട് ഒരു കത്തെഴുതുന്നുണ്ട്. അതായത് വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അങ്ങോട്ടൊരു കത്തയക്കുന്നുണ്ട്, ഒരു ടെലഗ്രാം അയക്കുന്നുണ്ട്. ആ ടെലഗ്രാമിൽ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ കുറച്ച് പണ്ഡിതന്മാർ, അധ്യാപകർ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സാലറി വേണ്ടാതെ തന്നെ ഞങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ, പക്ഷേ ഗവൺമെൻറ് അത് തള്ളിക്കളയാണ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ തൗഹീദുൽ തദ്രീസാത്ത്, അതായത് യൂണിഫിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമില്ല, നിങ്ങളുടെ ആവശ്യമില്ല. ഇനി ആരെങ്കിലും അങ്ങനെ പരിശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് ശിക്ഷയായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒഴിവാക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ
ഈ ഒരു ഘട്ടത്തിലാണ് 1926 തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഇസ്താംബൂളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഫെർഹാത്ലാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചു പോവുകയും അവിടെ കുറേ കാലം പ്രവർത്തനം നടത്തുകയും പിന്നെ ഏകദേശം 2 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബാപ്പയുടെ മരണത്തെക്കുറിച്ചുള്ള വിവരം കിട്ടുന്നു. ഇസ്താംബൂളിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ് ആ മരണം കിട്ടുന്നത്. ആ ഒരു കാലഘട്ടം അദ്ദേഹം വളരെ വേദനയോടെ പങ്കുവെക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു ഇസ്താംബൂൾ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ആശ്വാസമായി ഉണ്ടായിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിലും പ്രഭാഷണങ്ങളിലും എടുത്തെടുത്ത് പറയുന്നത് നമുക്ക് കാണാം. ഈ ഒരു ഘട്ടത്തിൽ, അതായത് പിന്നീട് 1920-കൾ 24-ന് ശേഷമുള്ള ഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. ഈ വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിക വിവരം നാട്ടുകാരെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആൾക്കാർ അത് മടി കാണിക്കുകയാണ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ അധ്യാപകരെ വിളിക്കുമ്പോൾ അവർക്ക് പഠിപ്പിക്കാൻ വയ്യ. കാരണം അത് സർക്കാരിൽ നിന്നുള്ള ഭീഷണിയെ ഭയന്നുകൊണ്ടിട്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം പറയുന്നത് ചിലർക്ക് സർക്കാർ കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ തുക തന്നെ കൊടുത്തുകൊണ്ട് ചില അധ്യാപകരെ പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ ഞാൻ പരാജയപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. ചില ആൾക്കാർ കാശ് വാങ്ങിയിട്ട് മുങ്ങിക്കളയുന്നു എന്നുള്ള ചില വിശദീകരണങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത് കാണുവാൻ കഴിയും. പക്ഷേ അദ്ദേഹം പറയുന്നത് എനിക്ക് എൻ്റെ വിഷമം എന്നത് അള്ളാഹു തന്ന ഈ വിവരം അത് അപ്രത്യക്ഷമായി പോകും എന്നുള്ളതാണ്. കാരണം അള്ളാഹു നമ്മെ സൃഷ്ടിച്ച് ഈ വിവരങ്ങൾ തന്നത് അത് ആ വിവരങ്ങൾ നാട്ടുകാരെ പഠിപ്പിക്കുക എന്നുള്ളത് കൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം പുതിയ സ്ട്രാറ്റജികൾ സ്വീകരിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന വലിയ വയസ്സരായ ആൾക്കാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഖുർആനും ഹദീസും ഫിഖ്ഹും വിവിധ വിഷയങ്ങളെ വളരെ ലളിതമായ ഭാഷകളിൽ അവിടുത്തെ നാട്ടുകാർക്ക് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു പരിപാടി തുടങ്ങിയതോടുകൂടി ചെറുപ്പക്കാരും അദ്ദേഹത്തെ ഫോളോ ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമാവുകയും ചെയ്യുന്നതും നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ വേറെ ചില പരിപാടികളുണ്ട്. അദ്ദേഹം വിവിധ ഭാഗങ്ങളിൽ 1930-കൾക്ക് ശേഷം വിവിധ ഭാഗങ്ങളിൽ ചില ഫാമുകൾ കടമെടുക്കും. 1930-ൽ അദ്ദേഹം കബാക്ച എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ചെന്നുകൊണ്ട് ഒരു ഫാം അത് വാങ്ങുകയും കടമെടുക്കുകയും അവിടെ ആൾക്കാരെ ജോലിക്ക് കൊടുക്കുകയും ആ ജോലിക്കാരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അദ്ദേഹം സ്വീകരിച്ചിരുന്നു. ഒരു വർക്ക് അദ്ദേഹം ടാസ്ക് സ്വയം ഏറ്റെടുത്തിരുന്നു. അപ്പോൾ പിന്നീട് പട്ടാളം വന്ന് പ്രശ്നമാക്കുകയും അദ്ദേഹം അവിടുന്ന് മാറുകയും ചെയ്യുന്നു. മറ്റൊരു സ്ഥലത്ത് ത്രേസ് എന്ന് പറയുന്ന മറ്റൊരു ഭാഗത്തേക്ക് ചെന്നിട്ട് അവിടെയും ഇതുപോലെ തന്നെ ഒരു പാർട്ട്ണറുടെ സഹായത്തോടു കൂടി ഒരു കച്ചവടം തുടങ്ങുകയും അവിടെയുള്ള ജോലിക്കാരെ ഇസ്ലാം പഠിപ്പിക്കാനും ദീനും ഖുറാനും പഠിപ്പിക്കാനും ശ്രമം നടത്തുന്നു. അപ്പോഴും മിലിറ്ററി ഇടപെടുന്നു. അദ്ദേഹം അവിടുന്ന് വീണ്ടും രക്ഷപ്പെടുന്നു. അതുപോലെ തന്നെ കുസ്കായ എന്ന് പറയുന്ന വേറെ ഭാഗത്തേക്ക് വീണ്ടും അദ്ദേഹം യാത്ര ചെയ്യുന്നു. അങ്ങനെ നിരവധി ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ യാത്രകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ഭാഗങ്ങളിലെല്ലാം അദ്ദേഹം പോകുമ്പോഴൊക്കെയും അവിടെ ഒരു ഭാഗം ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു ജോലി ഏറ്റെടുക്കുകയും ആ ജോലിക്കായിട്ട് ജോലിക്കാർ വരുമ്പോൾ അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. ചിലപ്പോൾ പറയുന്ന 1933 ഘട്ടങ്ങളിൽ അദ്ദേഹം മൗണ്ടൻ തീരങ്ങളിൽ തൗറസ് എന്ന് പറയുന്ന മലനിരകളിൽ അവിടെ പോയി ഫാമുകൾ ഉണ്ടാക്കുകയും അവിടെയും ആൾക്കാരെ വിളിച്ചുകൊണ്ട് ജോലി കൊടുക്കുകയും സ്റ്റുഡൻസാക്കി മാറ്റുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ അദ്ദേഹം ഓരോ ഇനീഷ്യേറ്റീവുകൾ രൂപപ്പെടുത്തുക, അവിടെ ജോലിക്കായ ആൾക്കാരെ സ്വീകരിക്കുക, അവർക്ക് സാലറി കൊടുക്കുക. കാരണം അദ്ദേഹത്തിന് സമ്പന്നമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി അത്രയും ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാർക്ക് ജോലി കൊടുക്കുക, അതിൻ്റെ കൂടെ തന്നെ അവരെ വിദ്യാഭ്യസിക്കുക, സ്വന്തം പെൺമക്കളെ പോലും വളരെ വിശദമായി തന്നെ അദ്ദേഹം പഠിപ്പിച്ചതായും അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം നിരവധി പള്ളികളിൽ, അതായത് ഇസ്താംബുൾ അടക്കം അനത്തോളി അടക്കമുള്ള ത്രേസ് അടക്കമുള്ള വിവിധ അർബൺ റൂറൽ ഏരിയകളിൽ നിരവധി പള്ളികളിൽ അദ്ദേഹം മുദരിസായി മാറുന്നതായും അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് 1950-കളിൽ അവിടെ ഒരു പ്രധാനമായ മാറ്റമുണ്ടാകുന്നു. മൾട്ടി പാർട്ടി സിസ്റ്റം തുർക്കിയിൽ രൂപപ്പെടുന്നു. മൾട്ടി പാർട്ടി സിസ്റ്റം രൂപപ്പെടുന്നതോടുകൂടി അവിടുത്തെ എല്ലാ വിദ്യാഭ്യാസ ക്രമങ്ങൾക്ക്, പ്രത്യേകിച്ച് മതവിദ്യാഭ്യാസ ക്രമങ്ങൾക്ക്, മതസംഘടനകൾക്ക്, ത്വരീക്കത്തുകൾക്ക് എല്ലാത്തിനും ഒരു ഉണർവുണ്ടാവുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ 1951-ൽ ഇദ്ദേഹം തുർക്കിയിലെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഖുർആൻ ബോർഡിംഗ് സ്കൂൾ ആരംഭിക്കുന്നു. 25 സ്റ്റുഡൻസ് കൊണ്ട് തുടങ്ങുന്ന ആ സ്ഥാപനം പിന്നീട്
ഇസ്ലാമിനോട് സ്നേഹമുള്ള താല്പര്യമുള്ള വിവിധ ധനികരുടെ സഹായത്താൽ തന്നെ വിവിധ സ്ഥാപനങ്ങൾ അദ്ദേഹം രൂപീകരിക്കുന്നു, വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ പള്ളികളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇമാമുമാർക്കും മുഅദ്ദിന്മാർക്കും, അതായത് മുക്രികൾക്കും അവിടുത്തെ ജോലിക്കാർക്കും വേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസ ശിക്ഷണങ്ങൾ അദ്ദേഹം നൽകുന്നുണ്ട്. അതുപോലെ പള്ളികളുടെ താഴെ ബേസ്മെൻറ്റുകളിൽ, കടയുടെ പുറകിൽ, അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ പോലീസിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ കിട്ടുന്നവരെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം നൽകുന്ന രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ചിലപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ചില അനുയായികൾ പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം യാത്ര ചെയ്യും, ആൾക്കാരെയും കൊണ്ട് യാത്ര പോയി ആ യാത്രയിൽ ആൾക്കാരെ പഠിപ്പിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ കിതാബ് കൊണ്ട് നടക്കാൻ പറ്റാത്തത് കൊണ്ട് മനപ്പാഠം ഉള്ള വിഷയങ്ങളെ നാട്ടുകാരെ പഠിപ്പിക്കും. അങ്ങനെയുള്ള വിവിധ രീതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇസ്ലാം നാട്ടുകാരെ പഠിപ്പിച്ചത് എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിലബസ് എന്ന് പറയുന്നത് വളരെ വിശാലമായ സിലബസാണ്. അതിൽ ഏകദേശം ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹം ആൾക്കാരെ പഠിപ്പിക്കുവാനുള്ള ശ്രമം നടത്തി. സാധാരണ ഉസ്മാനി മദ്രസ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ഒരു 5-10 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു മദ്രസ സിസ്റ്റമാണ്, സിലബസാണ്. അതിൽ വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹം കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ സിലബസ് തീർക്കാനുള്ള ശ്രമം നടത്തി. അപ്പോൾ ചില പണ്ഡിതന്മാർ ഇദ്ദേഹത്തോട് ചില വിമർശനങ്ങൾ അഴിച്ചുവിട്ടു, എന്തുകൊണ്ടാണ് ഇങ്ങനെ വളരെ ധൃതി പിടിച്ച് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറയണത്, അന്നത്തെ സാഹചര്യത്തിൽ അത് ചെയ്യാമായിരുന്നു, പക്ഷേ ഇന്ന് നമുക്ക് ഈ ഒരു 5-10 വർഷം വെയിറ്റ് ചെയ്യുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഉള്ള വർഷത്തിന് ഇടയിൽ ലഭ്യമായ സമയം ഉപയോഗിച്ചുകൊണ്ട് ഉള്ള വിവരം കുട്ടികളെ, വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു കൊടുക്കുക. ആ വിവരം അവർക്കൊരു താക്കോലായും പിന്നീടുള്ള വിവിധ വൈജ്ഞാനിക വ്യവഹാരങ്ങളിലേക്ക് അവർക്ക് കയറി ചെല്ലാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് അദ്ദേഹം അങ്ങനെയുള്ളവർക്ക് മറുപടി പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പഠന മേഖല, അതായത് അദ്ദേഹത്തിൻ്റെ സിലബസുകളിൽ ഇൽമു സർഫ്, അറബി ലിറ്ററേച്ചറുമായി ഇൽമു സർഫ്, ഇൽമു നഹ്വ്, അറബി ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ഗ്രാമറും ലിംഗ്വിസ്റ്റിക്സ് പ്രധാന ഭാഗമായിരുന്നു. അതുപോലെ തന്നെ അഖീദയുമായി ബന്ധപ്പെട്ട അഖീദ നസഫിയ, അദ്ദേഹത്തിൻ്റെ അഖീദയുമായി ബന്ധപ്പെട്ട ഷറഹ് നസഫിയയുമായി അത് പഠിപ്പിക്കുമായിരുന്നു. ഇൽമുൽ ഫിഖ്ഹ്, ഉസൂലുൽ ഫിഖ്ഹ്, ഇൽമുൽ മന്തിഖ്, തർക്കശാസ്ത്രം അദ്ദേഹം പഠിപ്പിക്കുമായിരുന്നു. ഫിഖ്ഹും ഉസൂലുൽ ഫിഖ്ഹും അദ്ദേഹത്തിൻ്റെ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അഡ്വാൻസ് ലെവലുള്ള വിദ്യാഭ്യാസ ക്രമത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചുകൊണ്ട് തഫ്തസാനിയുടെ അഖായിദയുടെ ഷറഹ് അദ്ദേഹം പഠിപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ മുല്ല ഖുസ്റയുടെ ഇൽമ, അതായത് ഉസ്മാനി പണ്ഡിതന്മാരുടെ കിതാബിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കൂടുതൽ ഫോക്കസ് നൽകിയിരുന്നത്. ആ മുല്ല ഖുസ്റയുടെ ഇൽമുൽ ഫിഖുമായി ബന്ധപ്പെട്ട രചന, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ മുല്ല ഖുസ്റയുടെ തന്നെ ഉസൂലുൽ ഫിഖുമായി ബന്ധപ്പെട്ട രചന, അതുപോലെ തന്നെ ഖാദിമിയുടെ ഉസൂലുൽ ഫിഖിൻ്റെ കിതാബ്, അതുപോലെ തന്നെ ദാസ്ബിനിയുടെ ഇൽമുൽ മന്തിഖ്, അങ്ങനെ വിവിധ വിഷയങ്ങളെല്ലാം അദ്ദേഹം പഠിപ്പിച്ചിരുന്നു. അതിൻ്റെ കൂടെ ഫറായിദ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തഫ്സീർ, ഹദീസ്, ഉലൂമുൽ ഹദീസ്, ഈ ഇസ്ലാമിൻ്റെ പ്രാഥമിക ഖുർആനും ഹദീസുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ പഠിപ്പിക്കുന്നതിന് കൂടെയാണ് ഉസൂലുൽ ഫിഖിന് അദ്ദേഹം കൂടുതൽ പ്രാമുഖ്യം നൽകിയിരുന്നു. കാരണം ഉസൂലുൽ ഫിഖ് പഠിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ വിവരത്തെക്കുറിച്ച് ആഴമായ ജ്ഞാനമുണ്ടാകും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ വിദ്യാഭ്യാസ സിലബസുകളിലും ഫിഖുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പ്രധാനപ്പെട്ട ഭാഗമായി മാറിയിരുന്നു എന്ന് നമുക്ക് കാണാം. 1956 പിന്നീടുള്ള കാലങ്ങളിൽ ഇദ്ദേഹത്തിന് നിരവധി പീഡനങ്ങൾ ഏൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, പല സമയത്ത് ഇദ്ദേഹം ജയിലായിട്ടുണ്ട്, ടോർച്ചറുകൾ നേരിട്ടിട്ടുണ്ട്. ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ജയിലെന്ന് പറയുന്നത് തബൂത്സ്ലുക്ക് എന്ന് പറയുന്ന ജയിലാണ്. നിൽക്കാൻ മാത്രം സ്ഥലമുള്ള ഒരു ഭാഗത്ത് കുറേ കാലം അദ്ദേഹത്തിന് അവിടെ ജയിലിടേണ്ടി വന്നിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 1956 ലോക മുസ്ലിം സമൂഹങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ചില ആഗ്രഹങ്ങളും അദ്ദേഹത്തിൻ്റെ അനുഭാവവും അനുകമ്പയും കാണിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1956 അൾജീരിയൻ സ്വാതന്ത്ര്യ സമരം ഉണ്ടാവുമ്പോൾ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന അദ്ദേഹത്തെ ജയിലിലേക്ക് വിളിക്കുവാൻ കാരണമാവുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, അൾജീരിയൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന കാരണം
അന്നത്തെ പട്ടാള ഭരണകൂടം അദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് വിളിച്ച് വിശദീകരണം ചോദിക്കുന്നുണ്ട്. 1957 തുർക്കിയിൽ ഒരാൾ ഞാൻ മഹദിയാണെന്നൊന്നും പറഞ്ഞ് വാദിച്ചുകൊണ്ടൊരു പ്രശ്നമുണ്ടാക്കുകയും ഇദ്ദേഹം അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ പേരിൽ ഏകദേശം കുറേ ദിവസം 59 ദിവസക്കാലം അദ്ദേഹം കസ്റ്റഡിയിൽ അദ്ദേഹത്തെ വെക്കുകയും പിന്നീട് കുറച്ച് ദിവസം അദ്ദേഹം നിരപരാധിയാണെന്ന് അവർക്ക് ബോധ്യം വന്നതിന് ശേഷം അദ്ദേഹത്തെ പുറത്തുവിടുകയും ചെയ്യുന്ന ഒരനുഭവം ഇദ്ദേഹത്തിന് ഉണ്ടാവുന്നുണ്ട്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവും അദ്ദേഹത്തിൻ്റെ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെയും ഒരു ചുരുക്കം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മരണം പോലും ഒരു വലിയ സംഭവമായി മാറുന്നുണ്ട്. 1959 സെപ്റ്റംബർ 16 അതായത് ഹിജിരി റബീഉൽ അവൽ 13 ഇദ്ദേഹം ഇഹലോകവാസം വെടിയുന്നത്. ആ മരണം ഇദ്ദേഹത്തിൻ്റെ മയ്യത്തിനെ ഫാത്തിഹ് മോസ്കിൽ സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹ് പള്ളിയിൽ അടക്കാൻ തീരുമാനിക്കുകയും എന്നാൽ അവിടുത്തെ നാമഗതിക്കെന്ന് പറയുന്ന അവിടുത്തെ ഹോം സെക്രട്ടറിയുടെ ഒബ്ജക്ഷൻ ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ മയ്യത്ത് അവിടുന്ന് ശക്തിപൂർവ്വം പിടിച്ചു കൊണ്ടുപോയി കറാജ് അഹമ്മദ് ഒരു മക്ബറ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് കൊണ്ട് അടക്കുകയാണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോട് മിലിറ്ററിക്കുണ്ടായിരുന്ന വിദ്വേഷമാണ്. കമാൽ പാഷയുടെ കമാലിസത്തിൻ്റെ സെക്കുലറിസത്തിൻ്റെ ആശയം പേറുന്ന മിലിറ്ററി ഭരണകൂടം ഇദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക പ്രവർത്തനത്തിനെയും നവോത്ഥാന പ്രവർത്തനങ്ങളെയും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നതാണ്. ഇദ്ദേഹത്തിൻ്റെയും ബദിയുസ്സമാൻ സയ്യിദ് നൂർസിയുടെ ഖബർ ആരും കാണാത്ത തരത്തിൽ എങ്ങനെയാണോ അവർ അടക്കിയത് അതുപോലെ തന്നെ ഈ കറാച്ച് അഹമ്മദ് എന്ന് പറയുന്ന ഖബറിസ്ഥാനിൽ കൊണ്ടടക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ താല്പര്യമോ അല്ലെങ്കിൽ അനുയായികളുടെ താല്പര്യത്തിന് നേരെ എതിരെയാണ് ഇവർ പ്രവർത്തിച്ചത്. പക്ഷേ ചരിത്രം കമാലിസത്തെയും കമാൽ പാഷയെയും അവർ പറയുന്ന ചിന്തയെയും ആരും പരിഗണിക്കാത്തത് പോലെ തന്നെ ഇദ്ദേഹം ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതനായി മാറുകയും അദ്ദേഹത്തിൻ്റെ അനുയായികൾ സുലൈമാൻ ജിലർ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. സുലൈമാൻ ജിലർ എന്ന് വെച്ചാൽ സുലൈമാനികൾ എന്നാണ് എൻ്റെ അർത്ഥം തുർക്കി ഭാഷയിൽ. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് അറിയപ്പെടുകയും ബദിയുസ്സമാൻ സയ്യിദ് നൂർസിയുടെ തന്നെ അനുയായികൾ ഇദ്ദേഹത്തിൻ്റെ ചിന്തകളെ കൂടുതൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതായും കാണുവാൻ കഴിയും. കാരണം അദ്ദേഹത്തിൻ്റെ ഖുർആൻ, ഹദീസ്, ഫിഖ്ഹ്, അറബി ഭാഷ, തുർക്കി ഭാഷ, ഇൽമുൽ കലാം, തസവുഫ് മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ ആഴമേറിയ വിവരം പിന്നീടുള്ള പണ്ഡിതന്മാർ ഉപയോഗപ്പെടുത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഇദ്ദേഹം നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ ഷെയ്ഖും കൂടിയായിരുന്നു. നക്ഷബന്ദി ത്വരീഖത്ത് ആ ഒരു ത്വരീഖത്തിൻ്റെ സബ്രാഞ്ചായ മുജദ്ദിദിയ ത്വരീഖത്തിന്, അതായത് ഇന്ത്യക്കാരനായ സയ്യിദ് അഹമ്മദ് സർഹിന്ദിയുടെ മുജദ്ദിദിയ ത്വരീഖത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഷെയ്ഖ് സുലൈമാൻ ഹിൽമി അഫന്ദി ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇമാം റബ്ബാനി എന്ന് വിളിക്കപ്പെടുന്ന സയ്യിദ് അഹമ്മദ് സർഹിന്ദിയുടെ മക്തൂബാത്തുകൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിലും ചർച്ചകളിലും ഡിസ്കഷനുകളിലും ഡിബേറ്റുകളിലും പ്രധാനപ്പെട്ട സോഴ്സായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇപ്പോൾ സുലൈമാൻ ജിലർ എന്നാണ് വിളിക്കുന്നത്. നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ തന്നെ അനുയായികളാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർന്ന് ഇപ്പോൾ സുലൈമാൻ ജിലർ എന്ന പേരിലാണ് ഇപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെതായ രചനകളും നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹം തന്നെ പറയണത് എന്തുകൊണ്ട് ഒരുപാട് രചനകൾ അദ്ദേഹം നടത്തിയില്ല എന്നതിന് അദ്ദേഹം ഒരു മറുപടി പറയുന്നുണ്ട്. കാരണം എത്രയോ ആയിരക്കണക്കിന് കിതാബുകൾ ഇപ്പോൾ ലൈബ്രറികൾ കിടക്കുന്നു, ആരും ഉപയോഗിക്കാതെ കിടക്കുന്നു, ആർക്കും വേണ്ട പൊടിയെ പറ്റി കിടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കാരണം അന്നത്തെ തുർക്കിയുടെ ഒരു അവസ്ഥയെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് ജീവനുള്ള ബുക്സുകളെ നിർമ്മിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് വിദ്യാർത്ഥികളെ നിർമ്മിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ജീവനുള്ള ബുക്സുകളെ നിർമ്മിക്കുക, അവർക്ക് അതായത് ഇസ്ലാമിനെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതിൻ്റെ കണ്ടൻറ്റ് നാട്ടുകാർക്കും ജനങ്ങൾക്കും വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ജീവനുള്ള ബുക്സുകളെ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് അദ്ദേഹം ഒരു ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ രചനയുമായി ബന്ധപ്പെട്ട വിഷയത്തിനുള്ള മറുപടിയായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ചില രചനകൾ നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ ഹുറൂഫ് ഹറക്ക എന്ന് പറയുന്ന ഖുർആനിൻ്റെ ഹർഫുകളെക്കുറിച്ചും
ഹർക്കത്തുകളെക്കുറിച്ചുമുട്ടുള്ള ഖുർആൻ്റെ എങ്ങനെ വായിക്കണമെന്ന് പറയുന്ന ഒരു ബുക്ക്ലെറ്റ് അദ്ദേഹം 1958 മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് വളരെ പ്രധാനമായും ഇന്നും തുർക്കിയിൽ സൂഫി ധാര, പ്രത്യേകിച്ച് നക്ഷബന്ദി ധാരകളിലും എല്ലായിടത്തും അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് 2 കിതാബുകളാണ് റിസാല അൽ കിബ്രീത്ത് എന്ന് പറയുന്നതും മക്തൂബുലർ എന്ന് പറയുന്ന 2 കിതാബ്. ഈ 2 കിതാബും ഇമാം റബ്ബാനി, അതായത് സയ്യിദ് അഹമ്മദ് സർഹിന്ദിയുടെ ചിന്തകളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ കത്തുകളും അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളും, അതായത് ചെറിയ ബുക്ക്ലെറ്റുകളുമാണ് പിന്നീട് ബുക്കായി മാറിയിട്ടുള്ളത്. അതല്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ചില പ്രഭാഷണങ്ങൾ, അമ്മ ജുസൈൻ്റെ വിശദീകരണം പറയുന്ന ഭാഗത്ത് അത് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ നോട്ട് റെക്കോർഡ് ചെയ്യുകയും ബുക്കായി പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറ ഫാത്തിഹ, സൂറ മുൽക്ക്, സൂറത്ത് നൂർ, സൂറത്തുൽ അഹ്സാബ്, സൂറത്തുൽ ഖിയാമ അടക്കമുള്ള മറ്റു ചില സൂറത്തുകളുടെയും നോട്ടുകൾ, ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളുടെ നോട്ടുകൾ കളക്ട് ചെയ്യുകയും അത് വിദ്യാർത്ഥികൾ തന്നെ ബുക്കാക്കി മാറ്റുകയും വിതരണം ചെയ്യുകയും ചെയ്തതായും നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ ഊന്നിയിരുന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ വൈജ്ഞാനികമായ ആ ഒരു അനിവാര്യതയെക്കുറിച്ച് കൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞത് വിദ്യ അല്ലെങ്കിൽ ഇസ്ലാമികമായ ജ്ഞാനം അത് കൂടുതൽ ആഴത്തിലുള്ളതോടുകൂടി നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിച്ച് നിർത്താം. മദ്രസകൾ ബാൻ ചെയ്ത പശ്ചാത്തലത്തിൽ ജോലിക്കാരെ ഉണ്ടാക്കുകയും അവർക്ക് പഠിപ്പിക്കുകയും, പഠിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ യാത്ര ചെയ്യുകയും യാത്രയിൽ വിദ്യാർത്ഥികളെ കൊണ്ടുപോവുകയും അവിടെ പഠിപ്പിക്കുകയും, മലയിടുക്കുകളിൽ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും അവിടെ പോയി പഠിപ്പിക്കുകയും, ഫാമുകളും ഫാക്ടറി പോലുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും അവിടുത്തെ ജോലിക്കാരുണ്ടായും അവരെ പഠിപ്പിക്കുകയും, വയസ്സരായ ആൾക്കാരെ കളക്ട് ചെയ്തുകൊണ്ട് അവരെ പഠിപ്പിക്കുക, അങ്ങനെയുള്ള വിവിധ ശ്രമങ്ങളിലൂടെ ഇസ്ലാമിൻ്റെ വൈജ്ഞാനിക വ്യവഹാരങ്ങൾക്ക് പിന്തുടർച്ച ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച മഹാനായ പണ്ഡിതനാണ് ഷെയ്ഖ് സുലൈമാൻ ഹിൽമി എഫന്തി. അതുപോലെ തന്നെ അദ്ദേഹം തന്നെ ഒരിക്കൽ പറയുന്നുണ്ട്, അന്ന് കമാൽ പാഷ അടക്കമുള്ള ആൾക്കാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു ആരോപണം, ഇസ്ലാം എന്ന് പറയുന്നത് അറബ് റിലീജിയനാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സ്വഹാബികൾക്കുമെതിരെ നിങ്ങൾക്ക് എന്ത് കളവും പറയാൻ പറ്റുമെന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരിക്കലും ധരിക്കേണ്ട, ഞങ്ങൾ അഹ്ലുസുന്നത്ത് എന്ന് പറയുന്ന ജീവനോടെ തന്നെ ഇരിപ്പുണ്ട് എന്ന് പറയുന്ന വളരെ ആവേശം നിറഞ്ഞ ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് ചില പ്രഭാഷണങ്ങളും ഇതേ വിഷയത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇസ്ലാമിൻ്റെ അദ്ദേഹം പറയുന്നത്, ഈ നമ്മളൊന്ന് ഒരിക്കലും ധനം, സ്റ്റാറ്റസ്, പൊസിഷൻ, രാഷ്ട്രീയം, പരസ്പരമുള്ള വാദതർക്കങ്ങൾ, കരച്ചിലുകൾ, ഇതിനു വേണ്ടി വല്ലാണ്ട് സമയം ചിലവഴിക്കാൻ പാടില്ല. അതിന് പകരം നമ്മളുടെ ഓരോ വിദ്യാർത്ഥികളെയും മക്കളെയും ആരെയും ഒഴിവാക്കാതെ എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം അവർക്ക് നൽകുക. കാരണം അങ്ങനെ ആരെങ്കിലും നൽകുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു എഡ്യൂക്കേഷനിസ്റ്റായി, ഒരു വിദ്യാഭ്യാസ വിചക്ഷണനായി എല്ലാവർക്കും വിദ്യ നൽകുന്ന ഒരാൾ എന്ന നിലയിലാണ് അദ്ദേഹം ഇന്നും അന്നും തുർക്കിയിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ഡിതനെന്ന് പറയുന്നത് ഒരിക്കലും അവൻ്റെ വിവരം ഭൗതിക താല്പര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാവരുത്. ഈ പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നവരെ അകറ്റി നിർത്തണം. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഈ നമ്മളുടെ മെറ്റീരിയലായ അതുപോലെ തന്നെ ആധ്യാത്മികമായ എല്ലാ നേട്ടങ്ങളും എല്ലാ ലക്ഷ്യങ്ങളും അതിനിടയിൽ ഒരു ബാലൻസ് വേണം. ഭൗതിക താല്പര്യങ്ങൾക്ക് പുറകെ പോവണ്ട എന്നല്ല. കാരണം അദ്ദേഹം തന്നെയും സെക്കുലർ വിദ്യാഭ്യാസം നേടുകയും അന്നത്തെ തുർക്കിയിലെ വിദ്യാഭ്യാസം നേടിയ ആളും കൂടിയാണ്. അതുപോലെ തന്നെ ആ ജോലി ചെയ്ത ആളും കൂടിയാണ്. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം പറയുന്നത്, ഇതിൽ നമ്മളുടെ ആത്മീയമായ ഒരു ഉന്നമനവും കൂടി വേണം. ആത്മീയമായ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഭൗതികമായ എല്ലാ താല്പര്യങ്ങളും ഒഴിവാക്കുക എന്നതും, അതുപോലെ തന്നെ ഭൗതിക പ്രമത്തതയ്ക്ക് അതിന് താല്പര്യം കൂട്ടുക, ആത്മീയമായ എല്ലാ ചിന്തകളെയും ഒഴിവാക്കുക എന്നതും പാടില്ല. ഇതിനിടയിൽ ഒരു ബാലൻസ്ഡായ സ്വഭാവമാണ് നമുക്ക് വേണ്ടതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയണത്, നമ്മളുടെ വഴിയെന്ന് പറയണത് അത് നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഈമാനും ഇസ്ലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവവും പരിച്ച് നടുക, അത് അവിടെ വിത്ത് പാവുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട കർത്തവ്യം.
ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്? അത് അള്ളാഹുവിൻ്റെ ഒരു ഡിവൈനായ ദൈവികമായ ഒരു ആനന്ദം ലഭിക്കുക എന്നത് മാത്രമാണ്. റിളല്ലാ, അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുക മാത്രം എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അത് മാത്രമാവണം നമ്മളുടെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയണത്, മനുഷ്യൻ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ടൈം വേസ്റ്റാക്കുന്ന പരിപാടികൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല. വിഷയങ്ങളെക്കുറിച്ച്, വിവരങ്ങളെക്കുറിച്ച്, വിജ്ഞാനത്തെക്കുറിച്ച് ആഴത്തിൽ നല്ല വെൽ വേഴ്സ്ഡായി മാറുക, നല്ല വിവരമുണ്ടാവുക. ഒരിക്കലും നമ്മൾ പാഴാക്കുന്ന സമയം ഒരിക്കലും തിരിച്ചെടുക്കുവാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നത് കാണുവാൻ കഴിയും. ഇപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇസ്ലാമിന് വേണ്ടി ഖുർആൻ, ഹദീസ്, ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരം അത് നിലനിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അത് വീണ്ടും നാട്ടുകാരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം ജീവിച്ച ഒരു മഹാനുഭാവനാണ് സുലൈമാൻ ഹൽമി തുനൈഹാൻ റഹിമഹുല്ലാ. അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ പിന്നീട് സുലൈമാൻ ജിൽ എന്ന് വിളിക്കുകയും പിന്നീട് വെൽഫെയർ പാർട്ടി 1970-കൾക്ക് ശേഷം തുർക്കിയിൽ രൂപപ്പെട്ട മുസ്ലിം രാഷ്ട്രീയ പ്രധാനമായിരുന്ന മില്ലി ഗോരൂഷ്, നാഷണൽ ഔട്ട്ലുക്ക് പാർട്ടിയുടെ തന്നെ പ്രധാന നേതാവായി ഇദ്ദേഹത്തിൻ്റെ തന്നെ പൗത്രൻ അഹ്മദ് എഫന്തി ആയി മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒരു നേതാവായി തന്നെ മാറുന്നു, രാഷ്ട്രീയ പ്രവർത്തനമായി തന്നെ ജീവിക്കുകയും അദ്ദേഹത്തിൻ്റെ മക്കൾ പരമ്പര ഇപ്പോഴും സുലൈമാൻ ജിൽ എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു ധാരയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതും കാണാം. ഇദ്ദേഹം വിവിധ ഭാഗങ്ങളിൽ മദ്രസകളും അതുപോലെ തന്നെ ഈ ജമാഅത്തുകൾ, അതായത് വിവിധ ഘടകങ്ങൾ സ്ഥാപിക്കുകയും അവിടെയെല്ലാം ഇസ്ലാമിൻ്റെ ആശയത്തിനും പ്രചാരണത്തിനും നേതൃത്വം കൊടുത്തതും നമുക്ക് കാണാൻ. അപ്പോൾ ഈ ഒരു വിശദീകരണമെല്ലാം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്, കമാലിസ്റ്റ് ഘടന നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങൾ വീണ്ടും ആഴത്തിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവേണ്ടതുണ്ട്, അത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ടി പലവട്ടം ടോർച്ചറുകൾ, പീഡനങ്ങൾ നേരിടേണ്ടി വന്ന, എന്നിട്ടും കിട്ടുന്ന സാഹചര്യത്തിലെല്ലാം സമയം പാഴാക്കാതെ ഇസ്ലാമിന് വേണ്ടി ഇസ്ലാമിക വിവരങ്ങൾ വ്യാപിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം ജീവിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് യൂറോപ്പിലും അതുപോലെ തന്നെ തുർക്കിയിലും പ്രധാനപ്പെട്ട ഷെയ്ഖായി, അവിടെ ഇസ്ലാമിനോട് താല്പര്യമുള്ള എല്ലാ രാഷ്ട്രീയക്കാരും പോലും ഷെയ്ഖ് സുലൈമാൻ തുനൈഹാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നത് കാണാം. അപ്പോൾ ഈ ഒരു പദവിയാണ് അദ്ദേഹം തുർക്കി സമൂഹത്തിനിടയിൽ ഉണ്ടാക്കിയെടുത്തത്. ആ ഒരു അനുഭവവും പാഠങ്ങളും നമുക്കുണ്ടാവേണ്ടത് ഈ ഒരു തരത്തിൽ ഇസ്ലാമിക ലോകത്ത് ഇങ്ങനെയും ഇസ്ലാമിന് വേണ്ടി, ഇസ്ലാമിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രക്ഷുബ്ധമായ വളരെ പ്രതിലോഭകരമായ സാഹചര്യത്തിൽ ഇസ്ലാമിന് വേണ്ടി ജീവിച്ച പണ്ഡിതന്മാരും നവോത്ഥാന നായകരും കൂടി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇങ്ങനെയുള്ള ചർച്ചകളിൽ കിട്ടുന്ന പാഠം. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.